ദൈവത്തിന്റെ ശക്തമായ കരുതൽ
അവിടുന്ന് തന്റെ സമയത്ത് നിങ്ങളെ നിർത്തിക്കൊള്ളു. നിങ്ങളുടെ ഉൾക്കടകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമർത്ഥതയോടെ ഉണർന്നിരിക്കുക. നിങ്ങളുടെ ശത്രുവായ വിശേഷർ അലമൃതസിംഹത്തെ പോലെ ആരെയും വിടണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു കൊണ്ട് അവരെ ഇരുത്തുക. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരത്തിൽ നിന്ന് ഇതേ സന്ദർഭം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. പരിശുദ്ധ സുവിശേഷം 4:35 മുതലുള്ള തിരുവചനങ്ങൾ. ഏത് പ്രതിസന്ധിയിലും എന്റെ ദൈവം എന്നോടൊപ്പമുണ്ട് എന്ന ബോധ്യത്തിലും വിശ്വാസത്തിലും പ്രതിസന്ധികളെ അതിജീവിക്കുക തമ്പുരാൻ കൂടെ ഉണ്ടാകും. സായാഹ്നമായപ്പോൾ യേശു അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവരുടെ വശിയിൽ തന്നെ അവരെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാല വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചി വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അവർക്ക് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവരെ വിളിച്ചുകൊണ്ടി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നും
ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ ബഹുമാനായ കാര്യങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരത്തിനാകുവാനും ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിനെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ നേതൃത്വത്തിൽ സ്വർഗവാസികളായ ആയിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ അനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സുഹൃത്തേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിശുമാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത്
പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. Gracias.
മനസ്സാക്ഷിച്ചിരിക്കുക. വിശ്വമാനശരിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുകയും ചെയ്യാം. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ എത്രയോ ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ അപരാധങ്ങൾ മൊഴിയും മധുരം അപരാധങ്ങൾ വാഴ്ത്തുകയാ അപരാധങ്ങൾ വാഴ്ത്തുകയാ തിരുനാമത്തിൽ നവചൈതന്യം ഹൃദയം നിറയെ പടരുകയാ കാരുണ്യത്തിൻ പ്രഭയാ കരളിൽ ഉദയം നൽകി കരളിൽ ഉദയം നൽകി ഒരിക്കലും
നാഥായി നീക്കും